ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ടെസ്റ്റ് പേപ്പറാണ് കേട്ടോ, ഒരു ടെസ്റ്റ് പേപ്പർ കേട്ടെഴുത്ത്. നമ്മുടെ ടീച്ചർമാർ പണ്ട് ചെയ്തില്ലായിരുന്നോ കേട്ടെഴുത്ത്? ഞാൻ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ആൻസർ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആൻസർ പറയും. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രിലിമിനറി എക്സാമിന് ഉള്ള ടെസ്റ്റ് പേപ്പർ 1 ആണ്. 20 ചോദ്യമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. പോകണ്ട, ക്ലാസ് കേട്ടിട്ട് എത്ര മാർക്ക് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് അല്ല, ടെസ്റ്റ് പേപ്പർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചേ, എഴുതാമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കോൺഗ്രസിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ക്വസ്റ്റ്യൻ 2 വട്ടം ഞാൻ വായിക്കും, പെട്ടെന്ന് ആൻസർ എഴുതുക കേട്ടോ. കോൺഗ്രസിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തുണികൾ മുക്കുന്ന നീലം രാസനാമം എന്ത്? നമ്മൾ തുണി മുക്കത്തില്ലേ, നീലം, ഉജാല ഒക്കെ, അതിൻ്റെ രാസനാമം എന്താണ്? തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് കണ്ടേക്കണം, പോസ് ചെയ്തിട്ടൊന്ന് എഴുതിയേക്കണം കേട്ടോ. തുല്യരിൽ ഒന്നാമൻ ആരാണ്? ഉയർന്ന രക്തസമ്മർദ്ദം മൂലം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. ആറാമത്തെ ക്വസ്റ്റ്യൻ. രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഐലോഷൻ്റെ രാസനാമം. ഐലോഷൻ എന്താ? ഐലോഷൻ്റെ രാസനാമം. ഇലകൾ കൊഴിയാൻ കാരണമായ ആസിഡ്. ഐലോഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളത് കേട്ടോ. ഐലോഷൻ. ഇലകൾ കൊഴിയാൻ കാരണമായ ആസിഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇലകൾ കൊഴിയാൻ കാരണമായ ആസിഡ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ എത്ര ശതമാനം നമുക്ക് കാണാൻ സാധിക്കും? 9ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ എത്ര ശതമാനം നമുക്ക് കാണാൻ സാധിക്കും? 10ാമത്തെ ക്വസ്റ്റ്യൻ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശഗ്രാഹി കോശം ഏതാണ്? തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശഗ്രാഹി കോശം അതേതാ? 10. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ഏത് പ്രകാശഗ്രാഹിയാണ്? മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏത് വകുപ്പാണ്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? 12ാമത്തെ ആണത്. 13. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം. ആരാണ് അടിമത്തം നിരോധിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം ആരാണ് അത് നിരോധിച്ച ഭരണാധികാരി? 14. കൊച്ചിയിൽ അടിമത്തം നിരോധിച്ച വർഷം. ആരാണ് അത് നിരോധിച്ച ഭരണാധികാരി? കൊച്ചിയിൽ അടിമത്തം നിരോധിച്ചത് ആരാണ്? ഏതു വർഷം? 15ാമത്തെ ക്വസ്റ്റ്യൻ.
ക്ഷാമവും ദാരിദ്ര്യവും, പോവർട്ടി ആൻഡ് ഫാമിൻ, ആരുടെ കൃതിയാണ്? പോവർട്ടി ആൻഡ് ഫാമിൻ. 16. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? 17. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, ആരുടെ വരികളാണ് ഈ പറഞ്ഞത്? 17. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, വരികൾ ആരുടെയാ? എഴുതിക്കോ. റേഡിയേഷൻ ബാധിക്കുന്ന ശരീരഭാഗം. റേഡിയേഷൻ ബാധിക്കുന്ന ശരീരഭാഗം. 18ാമത്തെ ക്വസ്റ്റ്യൻ. എഴുതിയോ? 19. വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പര ആരുടെ? വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പര ആരുടെ? 20ാമത്തെ ക്വസ്റ്റ്യൻ. മഞ്ഞനിക്കര തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. മഞ്ഞനിക്കര തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. അപ്പോൾ 20 ക്വസ്റ്റ്യനായി. ടിക്കിട്ടോ. ആൻസർ. കോൺഗ്രസിലെ യുവതുർക്കി എന്നറിയപ്പെടുന്നത് എസ് ചന്ദ്രശേഖർ. ഒന്നാമത്തെ ആൻസർ എസ് ചന്ദ്രശേഖർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ PV നരസിംഹറാവു. ശരിയിട്ടോളൂ. PV നരസിംഹറാവു. തുണികൾ മുക്കുന്ന നീലത്തിൻ്റെ രാസനാമം ലാപ്പിസ് ലസൂലി. മൂന്നാമത്തെ ആൻസർ ലാപ്പിസ് ലസൂലി. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെട്ടത് പ്രധാനമന്ത്രി. തുല്യരിൽ ഒന്നാമൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രധാനമന്ത്രി. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമിറേജ്. എന്താണ്? സെറിബ്രൽ ഹെമിറേജ്. എഴുതിയെങ്കിൽ മാർക്ക് കൊടുക്കാം. സെറിബ്രൽ ഹെമിറേജ്. അഞ്ചാമത്തത്. രക്തധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ. രക്തധമനികളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ എന്താണെന്നറിയോ? ത്രോംബോസിസ്. ത്രോംബോസിസ്. ഐലോഷൻ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ? ഐലോഷൻ. ഐലോഷൻ ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ്. ഇലകൾ കൊഴിയാൻ കാരണമായ ആസിഡ്. എട്ടാമത്തെ ആൻസർ അബ്സസിക് ആസിഡ്. ഇലകൾ കൊഴിയാൻ കാരണമായ ആസിഡ് അബ്സസിക് ആസിഡ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ 59% കാണാൻ പറ്റും ചന്ദ്രൻ്റെ. 59% ശരി. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശഗ്രാഹി കോശമാണ് കോൺ കോശം. കോൺ കോശം. മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ റോഡ് കോശം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശം, മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശം. 11ാമത്തെയാണിത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് 21 എഴുതിയെങ്കിൽ ആൻസർ കൊടുക്കാം. 21 ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21ാം വകുപ്പാണ്. ജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ അതാണ് കേട്ടോ. ജീവിക്കാനുള്ള അവകാശം. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5 ഡിസംബർ 5. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മിഭായി 1812 ഡിസംബർ 5. ഡിസംബർ 5 ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല നിങ്ങൾ. 1812 പഠിച്ചിരിക്കുക. കൊച്ചിയിൽ അടിമത്തം. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. കൊച്ചിയിൽ അടിമത്തം നിരോധിച്ച വർഷം 1854 ദിവാൻ ശങ്കരവാര്യരാണ്. ദിവാൻ ശങ്കരവാര്യരാണ്. തിരുവിതാംകൂറിൽ അടിമത്തം റാണി ഗൗരി ലക്ഷ്മിഭായി. കൊച്ചിയിൽ 1854 ദിവാൻ ശങ്കരവാര്യർ. ക്ഷാമവും ദാരിദ്ര്യവും എന്ന കൃതി അമർത്യാസെന്നിൻ്റെ ആണ്. നമുക്കറിയാം പോവർട്ടി ആൻഡ് ഫാമിൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അമർത്യാസെൻ ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാ? VV ഗിരി. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്? 16ാമത്തെ ക്വസ്റ്റ്യൻ. 16 VV ഗിരി. ഈ പോവർട്ടി ആൻഡ് ഫാമിംഗ് എഴുതിയത് അമർത്യ സെൻ. അദ്ദേഹത്തിനെ ആ കൃതി എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത് എന്താ? ബംഗാളിലെ ക്ഷാമമാണ് കേട്ടോ, പട്ടിണി. ബംഗാളിലെ ക്ഷാമം, ഭക്ഷ്യക്ഷാമമാണ് അദ്ദേഹത്തെ ആ ടെക്സ്റ്റ് ബുക്ക് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ സ്വാധീനിച്ചത്. ഓക്കെ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. എന്താ അത്? കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ അറിവൊന്നും ആർക്കും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പം ആരാ വരി എഴുതിയത്? കൊണ്ടുപോകില്ല, കള്ളന്മാർ കൊണ്ടുപോകത്തില്ല. എന്തുമാത്രം? സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും, പക്ഷെ എന്തു കൊണ്ടുപോകില്ല? അറിവ് നേടിയാൽ അത് കൊണ്ടുപോകില്ല. കൊടുക്കും തോറും, അറിവ് നേടും തോറും അത് ഏറിടും. ആരുടെ വരികളാ? ഉള്ളൂരിൻ്റെയാണ്. ഉള്ളൂർ. 17ാമത്തെ ആൻസർ ഉള്ളൂർ. റേഡിയേഷൻ ബാധിക്കുന്ന ശരീര അവയവമാണ്. 18ാമത്തെ ആൻസർ അസ്ഥിമജ്ജയിലാണ്. റേഡിയേഷൻ ബാധിക്കുന്ന ശരീര അവയവം അസ്ഥിമജ്ജ. 18ന്റെ ആൻസർ അസ്ഥിമജ്ജ. 19 വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പര KCS പണിക്കരുടെയാണ്. KCS പണിക്കർ. 20ാമത്തെ മഞ്ഞനിക്കര തീർത്ഥാടന കേന്ദ്രം, പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. മഞ്ഞനിക്കര തീർത്ഥാടന കേന്ദ്രം പത്തനംതിട്ട. 1ാമത്തെ ആൻസർ S ചന്ദ്രശേഖർ. 2 PV നരസിംഹറാവു. 3 ലാപ്പിസ് ലസൂലി. 4 PM. 5 സെറിബ്രൽ ഹെമറേജ്. 6 ത്രോംബോസിസ്. 7 ബോറിക് ആസിഡ്. അബ്സസിക് ആസിഡ് 8. 59%. 9 കോൺകോശം 10. റോഡ് കോശം 11. 21ാം വകുപ്പ്. 12ാമത്തെ ആൻസർ 21ാം വകുപ്പ്. 13,812. 14ാമത്തെ ആൻസർ 1854. പിന്നെ അമർത്യ സെൻ ആൻസർ 15. 16 VV ഗിരി. 17 ഉള്ളൂര്. 18 അസ്ഥിമജ്ജ. 19 KCS പണിക്കർ. 20 പത്തനംതിട്ട. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് പ്രയോജനപ്രദമായ ഈ ടെസ്റ്റ് പേപ്പർ ഇത് 1ാമത്തെയാണ് കേട്ടോ. പ്രയോജനപ്രദമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. സിലബസ് ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, താങ്ക് യു.